മക്കളുടെ കാലത്ത് പോലും വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റിയാലും അവിടെ ശൂന്യത വരാതെ വണ്ണം പുരാതന സമ്പത്ത് ദൈവത്തിന്റെ കയ്യിലുണ്ട്. എന്നിട്ടും ദൈവത്തിന്റെ മക്കൾ ഇതിനെ പാപ്പരടിച്ച് നടക്കുന്നത്. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ 20-ാം വാക്യം ചുമ്മാ വഴിയെ നടക്കുന്നവർ കിട്ടിയല്ല, കൈനീട്ടുന്ന എല്ലാവർക്കും കിട്ടിയല്ല. ഒരു വഴിയേ ഉള്ളൂ, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഇതിൽ നിന്ന് ഓഹരി ഉണ്ടാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കാൻ മനസ്സ് വെച്ചാൽ വസ്തുവക അവകാശമാക്കി തരും. വീട് വെക്കാൻ 2.5 സെന്റിന് പോലും നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ കാര്യം 2 ചെവിയും തുറന്നൊന്ന് കേൾക്കണം. ആര് സഹായിക്കും? ഗുഡ് ന്യൂസിൽ കാണുന്ന എല്ലാ അപേക്ഷ എഴുതാൻ വേണ്ടി ഇരിക്കരുത്, അതൊക്കെ അവസാനിപ്പിക്കണം. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്റെ പേരിൽ കൂട്ടി വസ്തുവക അവകാശമാക്കി തരുമെന്ന് ഇന്റർപ്രിട്ടേഷൻ വേണ്ടാതെ, വ്യാഖ്യാനം വേണ്ടാതെ എന്റെ ദൈവം പറയുന്നു, മോനെ മോളെ വിളിച്ചു പറയുന്നു, എന്റെ പക്കൽ പുരാതന സമ്പത്തുണ്ട്. സ്തോത്രം. കേട്ടോ, നിനക്ക് 2 മുറി അടുക്കള തിണ്ണയല്ലേ വേണ്ടു? സ്തോത്രം. അതിനുള്ള വക എൻ്റെ ഉണ്ട്. പക്ഷെ തരണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, എന്നെ സ്നേഹിക്കണം. സ്തോത്രം. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാനിത് കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ്. സ്തോത്രം. അവനെ സ്നേഹിച്ചാൽ ആത്മാക്കളെ കിട്ടും. അതല്ല ഒരു പാസ്റ്ററെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാരം എന്താ? ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം. അതിന് ദൈവം പറഞ്ഞിരിക്കുന്നുണ്ട്, പൊന്നുമോനെ നീ ഇങ്ങനെ ഭാരപ്പെടേണ്ട കാര്യമില്ല, എന്നെ സ്നേഹിച്ചാൽ എൻ്റെ കുഞ്ഞാടുകളെ നിനക്ക് തരാം. 2, നിനക്ക് മുഴുവൻ പോരാട്ടാന്നല്ല പറയുന്നത്, പ്രശ്നം തീർത്തു തരാം. ഒറ്റ വഴിയുള്ളൂ, എന്നെ സ്നേഹിച്ചാൽ എന്റെ ദൂതനെ വിട്ടേക്കാന്നല്ല, കൃപാവര പ്രാർത്ഥന വിട്ടേക്കാന്നല്ല, എന്നെ സ്നേഹിച്ചാൽ ഞങ്ങളങ്ങ് വന്നേക്കാം. അതിൽ കൂടുതൽ പ്രോമിസ് വേണം. ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാ. പാസ്റ്റ് വരാമെങ്കിൽ യോഗം വെക്കാം, ദൈവം വരുവാണെങ്കിൽ വേണ്ട എന്നാ നമ്മുടെ മുഖം പറയുന്നത്. സ്തോത്രം. നടക്കുകയല്ല. ആര് വന്നാൽ ഈ കെട്ടഴിയല്ല, ദൈവം വന്നെങ്കിലേ അഴിയൂ. അതിനൊറ്റ വഴിയുള്ളൂ, സ്നേഹിച്ചേ പറ്റൂ. 3-ാമത്തെ കാര്യം പറഞ്ഞത്, ഒരു 2 സെന്റ് ഭൂമി, ഒരു കൊച്ചു വീടും ഹൃദയത്തിനകത്തിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ആ പ്രാർത്ഥന തുടങ്ങിയിട്ടതിന് ശേഷം തന്നെ നമ്മളൊരു 16-21 കഴിഞ്ഞു പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല. ദൈവം പറയുന്നു, എൻ്റെ കയ്യിൽ പുരാതന സമ്പത്തുണ്ട്, ഞാൻ നിനക്ക് വസ്തുവക അവകാശമാക്കി തരാം. ഒറ്റ കാര്യം ചെയ്യണം. എല്ലാ തട്ടിപ്പെന്ന് പറഞ്ഞത് ക്ഷമിക്കണേ, ഞാൻ എൻ്റെ ലോക്കൽ ചർച്ചിൽ പറയുന്ന ഭാഷ പറയുക. കാരണം സ്വന്തം ഇതെല്ലാം നിർത്തിയിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. ഹൃദയത്തിനകത്തുനിന്ന് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഇത് പുറത്തേക്ക് വരാൻ തുടങ്ങും. ദൈവത്തിന്റെ സ്തോത്രം അനുഗ്രഹത്തിന്മേൽ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്മേൽ, ദൈവിക നടത്തിന്മേൽ ദൈവം അപ്രൂവ് ചെയ്യാൻ തുടങ്ങും. ഇനി 2 പറയുന്നത് 5 പറയാന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ സമയം തീരുന്നു. 2 ഞാൻ പറഞ്ഞു വിടാം, ബാക്കി 5 ഞാൻ തിരിച്ചു കൊണ്ടുപോവാം. സ്തോത്രം. അടുത്ത കാര്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. റോമാലേഖനം 8:28 പറയുന്നുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. കേൾക്കണം, ഈ വാക്കുകളൊക്കെ പറയാനുള്ള പശ്ചാത്തലം ചുമ്മാ ആകാശത്തേക്ക് വെടിവെക്കുമ്പോൾ ആ വാക്കിടക്ക് കയറി വരികയല്ല. ഇത് പറയാൻ റോമൻ പശ്ചാത്തലത്തിൽ പൗലോസിനെ കൊണ്ട് എഴുതിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം മനസ്സിലാക്കണം. അങ്ങനെ ഇരിക്കുന്ന ആരോട് പറയാ, പേടിക്കണ്ട, എന്നെ സ്നേഹിക്കുന്നവർക്കും ദൈവവിളിയുള്ളവർക്കും ഇന്ന് നേരിട്ടിരിക്കുന്ന സകല വിഷയങ്ങളെയും നേരെ സ്തോത്രം തിരിച്ച് ഇന്നത്തെ തിന്മകൾ നന്മയാക്കി മാറ്റാൻ കഴിയും. മനസ്സിലായോ? നിനക്ക് വിരോധമായി വന്നത്, നിനക്കെതിരെ എഴുതിയ രേഖ, നിന്നെ ചവിട്ടി പുറത്താക്കിയത്, നിന്നെ നിന്ദിച്ചത്, നിനക്കൊന്നും തരാതെ ഒഴിവാക്കിയത്, നിന്റെ ഹൃദയത്തിനകത്ത് മുറിവുണ്ടാക്കിയത്, ഈ വന്നടിഞ്ഞുകൂടിയിരിക്കുന്ന സകല പ്രശ്നങ്ങളും നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം നന്മയാക്കി ദൈവം മാറ്റും. യോസേപ്പിനോട് ചോദിക്കും, ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന്. ചേട്ടന്മാര് വിറ്റതും പൊട്ടക്കിണറിലിട്ടതും, സ്തോത്രം കാരാഗ്രഹത്തിൽ കയറിയതും, കള്ളസാക്ഷികളെ നിരത്തിയതും, സ്തോത്രം പൊത്തിഫേറിന്റെ സ്തോത്രം ഭാര്യ എന്നെ നിരാശാജനകമായി അപമാനിച്ചതും, ഇതെല്ലാം എന്റെ മനസ്സിന് മുറിവേറ്റു. ഈ സമയത്ത് ഞാൻ അവനെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. ഈ സ്നേഹത്തിന്റെ പ്രതിഫലമായി ഞാൻ അനുഭവിച്ചതെല്ലാം എന്റെ ദൈവം ആ രാഷ്ട്രത്തിൽ വെച്ച് എനിക്ക് നന്മയാക്കി മാറ്റിയെന്ന് അദ്ദേഹം പറയല്ലേ. സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയാക്കി മാറ്റും ദൈവം.
കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്ന അടുത്ത വാക്യമുണ്ട്. ഒരു പഴയ നിയമത്തിലെ കൊട്ടേഷനാ. അതോടെ ഒറ്റ വാക്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് മടങ്ങി പോകാം. 1 കൊരിന്ത്യർ 2-ന്റെ 9 വാക്യം ഇതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ പോകാൻ നേരത്തെ ചോദിക്കും, പെന്തിക്കോസിൽ ചേർന്നവർക്ക് ഒന്നുമില്ലേ പാസ്റ്ററെ? സ്തോത്രം എന്ന് ചോദിച്ചാൽ ഐ ആം സോറി, ഈ മാർഗത്തിലേക്ക് നമ്മൾ വന്നത് ദൈവത്തെ സ്നേഹിക്കാനാണ്. അത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് വന്നത് വെറും വെള്ളത്തിൽ വരച്ച വന പോലെയായി. സ്തോത്രം, മനസ്സിലായോ? ഇതിനകത്ത് വന്നതും സ്നാനപ്പെട്ടതും നമ്മൾ ഈ അപമാനമേറ്റതും വീട്ടുകാരെ വെറുപ്പിച്ചതും സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞതും ഒറ്റപ്പെട്ടതും അതിനുവേണ്ടി നിന്ദിക്കപ്പെട്ടതും ചവിട്ടിത്താഴ്ത്തപ്പെട്ടതും ഇതെല്ലാം ശരിയാണ്. ഇതൊക്കെ സഹിച്ചത് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദൈവം ഇന്നു മുതൽ പണി ആരംഭിക്കും. സ്തോത്രം, മനസ്സിലായോ? അതല്ല നമ്മളെ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചു ഇവിടേക്ക് വന്നാ കിട്ടൂന്നാ പറഞ്ഞെങ്കിൽ അത് വെറും പൊളിവാക്കായിരുന്നു. അത് ഞാൻ സത്യം പറയുന്നു, തിരിച്ചു പറയാം. ഇതെല്ലാം സഹിച്ചത് ദൈവത്തെ സ്നേഹിക്കാനാണെങ്കിൽ നമ്മൾ ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞാൻ അവസാനിപ്പിക്കാം, കണ്ണടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബാക്കി കാര്യങ്ങൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ, യാക്കോബിന്റെ ലേഖനത്തിൽ 2 വാക്യം, വെളിപ്പാട് പുസ്തകത്തിൽ 1 വാക്യം, ഇങ്ങനെ ഒരുപാട് വാക്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട് അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എന്താ ദൈവത്തോട് പോകാൻ നേരത്ത് പറയാനുള്ളത്? നാളെ നല്ലൊരു ആരാധന ദിവസമാണ്, നാളെ സഭായോഗമുള്ള ദിവസമാണ്, നാളെ കർത്തൃമേശമുള്ള ദിവസമാണ്. ഇന്ന് രാത്രിക്കാലം നമ്മൾ യോഗം പിരിയുന്നതിനേക്കാൾ മുമ്പ് കേട്ട ദൂതുകളുടെ വെളിച്ചത്തിൽ എന്തെങ്കിലും ദൈവത്തോട് പറയാനുണ്ടോ? ദാവീദ് പറഞ്ഞു, ഐ ലവ് യു ഗോഡ്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. ഒരു പേപ്പട്ടിയെ പോലെ ഓടി നടന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയുക മനുഷ്യൻ, എനിക്ക് എൻ്റെ കർത്താവിനോട് സ്നേഹമുണ്ട്. ഇന്ന് രാത്രി ഒരു തീരുമാനത്തിലേക്ക് എത്താമോ? എത്രയോ ഇന്റിമേറ്റ് കൂട്ടുകാരികൾ നിനക്കുണ്ട്. മണിക്കൂറുകൾ, മാസത്തിലൊരിക്കലെങ്കിലും ഫോണിൽ കൂടെ നേരിട്ടോ സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ. കഴിഞ്ഞ 6 വർഷമായി 4 വർഷമായി ബന്ധം പിരിയാതെ കൂട്ടുകാരുണ്ടായിട്ടും ഒരിക്കലെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഒരാളുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്, ആ സ്നേഹത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്, എൻ്റെ മുഖം വാടാതിരിക്കുന്നത്, ഞാൻ സന്തോഷിക്കുന്നത്, ഇതൊക്കെ സഹിച്ചിട്ടും ഞാൻ കുലുങ്ങാതിരിക്കുന്നത് എനിക്കൊരാളോട് ഭയങ്കര സ്നേഹമാണ്. ഇങ്ങനൊരു ചോദ്യം ഇട്ടാ കക്ഷി ചോദിക്കത്തില്ല, നീ ആരെ കുറിച്ചായി പറയുന്നത്? സുവിശേഷം പറയാൻ ഒരു വഴി ഉണ്ടാകില്ലേ? സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ലോകജാതികൾക്ക് മറഞ്ഞിരിക്കുന്നൊരു മർമ്മമാണ് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമെന്നുള്ളത്. അത് നമുക്ക് മാത്രമേ അവകാശപ്പെട്ടത്. ബാക്കി എല്ലാവരും ദൈവത്തെ ഭയപ്പെടുമ്പോൾ, അവരെ സേവിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം തീരുമാനിക്കുക, ഒരു 10 പേരോട് ദൈവത്തെ സ്നേഹിക്കുന്നു പറയാൻ തുടങ്ങണം. ദൈവത്തോട് നീ കൂടെ കൂടെ പറയണം, അപ്പാ ഇതൊക്കെ സഹിക്കുന്നതിൻ്റെ ഇടയിലും എനിക്ക് നിന്നോട് സ്നേഹമേ ഉള്ളൂ. അങ്ങനെ പറയാൻ ആരംഭിച്ചാൽ, പറയുകയല്ല, അങ്ങനെ സ്നേഹിക്കാൻ ആരംഭിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഈ കാര്യങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കും. എല്ലാ തടസ്സങ്ങളും മാറും. ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കൂട്ടായ്മ നിറഞ്ഞ് കവിയും. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. വാവൊളിച്ച് ശബ്ദമുയർത്തി ദൈവമേ എന്ന് വിളിച്ച് സ്തോത്രം ചെയ്ത്, മതി കർത്താവേ, ഇത്രയും വലിയ പ്രോമിസുകൾ, ഇത്രയും വലിയ വാഗ്ദത്തങ്ങൾ, ഇത്രയും വലിയ ഉറപ്പുകൾ മറ്റെങ്ങും കിട്ടിയിട്ടില്ല കർത്താവേ. ബാക്കി എല്ലാവരോട് പറഞ്ഞിട്ടുണ്ട്, നീ പ്രാർത്ഥിക്ക്, കിട്ടിയാൽ തരാമെന്ന് എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വന്തം വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിലുള്ള അങ്കിള് പറഞ്ഞിട്ടുണ്ട്, നീ പ്രാർത്ഥിക്ക്, കുറച്ച് പണം കിട്ടാനുണ്ട്, കിട്ടിയാൽ തരാം എന്ന് ദൈവം പറയുന്നു. കിട്ടണ്ട മോളെ, എൻ്റെ ഉണ്ട്, ഞാൻ നിനക്ക് തരാം. ഒറ്റ ഡിമാൻഡ്, നീ എന്നെ സ്നേഹിക്കണം. ആത്മാക്കളെ വേണോ? നിനക്ക് വസ്തുവക വേണോ? പുരാതന സമ്പത്ത് വേണോ? നിനക്ക് സംരക്ഷണ വേണോ? ദൈവ സാന്നിധ്യം അനുഭവിക്കണോ? നിനക്ക് കരുതി വെച്ചിരിക്കുന്ന നന്മകൾ കിട്ടണമോ? നിനക്ക് വിരോധമായി വന്നിരിക്കുന്ന സകല തകർച്ചകളും നന്മയാക്കി മാറ്റണമോ? വഴിയുണ്ട്, വഴിയുണ്ട്, വഴിയുണ്ട്. ഇന്ന് രാത്രിക്കാലം വഴിയുണ്ട്. യേശു ചോദിക്കുന്നു, ശീമോനെ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ നിങ്ങളുടെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ശബ്ദം കേൾക്കുന്നു. സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, അപ്പാ ഇന്ന് മുതൽ നിന്നെ സ്നേഹിക്കുകയാൽ. ആ ഒരു ഉറപ്പിലേക്ക് എത്തട്ടെ. പിതാവേ, രാത്രി ഞങ്ങൾ തമ്മിൽ പിരിയുന്നു.
ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ സഭയിൽ വരാൻ ദൈവം എനിക്ക് അവസരം തന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും നിന്റെ ജനത്തോട് പറയാൻ ആലോചനകൾ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ മാസങ്ങളിലും ഓരോ സീസണുകളിലും ജനമറിയേണ്ട സത്യം ആത്മാവിൽ തരുന്ന ദൈവത്തിനായി സ്തോത്രം. കർത്താവേ, അധികം സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ ദൂത് കൈമാറിയിട്ടില്ല. ഇവിടെ വന്നിത് പറയാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം. ഒരു കൃഷിക്കാരൻ വയലൊരുക്കി വിത്ത് വിതച്ചതുപോലെ പ്രാർത്ഥനയിൽ ലഭിച്ച ഈ ആത്മീക ദൂത് നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ വിതച്ചിട്ട് പോകുകയാണ്. ഇന്നു മുതൽ ഈ സമൂഹത്തിനകത്ത് നിന്ന് ഒരു വലിയ കൂട്ടം ആളുകൾ, തിരുവനന്തപുരത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും ദൈവത്തെ കർത്താവെ സ്നേഹിക്കുന്ന ഒരു ന്യൂനപക്ഷത്തെ സ്വർഗം ഇതിനകത്ത് കണ്ടുവച്ചിട്ടുണ്ടല്ലോ. അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. എതിരെ വന്നിരിക്കുന്ന കേസുകൾ, എതിരെ വന്നിരിക്കുന്ന വെല്ലുവിളികൾ, തകർച്ചയുടെ നിഴലുകൾ, അവയെല്ലാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം നിങ്ങൾ ശാസിക്കും. കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്ക് വരണം. നിന്നെ സ്നേഹിക്കുന്നവർക്കുള്ള എല്ലാ നന്മയും ഇവരിലേക്ക് പകരണം. മാനവും മഹത്വവും ദൈവം എടുക്കണം, കൃപയിൽ താങ്ങണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ, കുറച്ചുകൂടെ ശക്തിയോടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം തന്നതിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ.